ഹലോ, വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് എൻ്റെ അടുത്ത SCRT ചാപ്റ്ററാണ്. ബാക്കി കുറച്ച് നോട്ട്സ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. LDക്കും BFAക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്, പക്ഷേ എനിക്ക് LGSനും ഒക്കെ പറ്റുന്നത്. പക്ഷേ എനിക്ക് അതിന് വോയിസ് ഓവർ കൊടുക്കാനുള്ള സമയവും സാഹചര്യവും കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ അതിടാത്തത്. അപ്പോൾ അതൊന്നും എക്സ്ക്യൂസ് അല്ല എന്ന് എനിക്കറിയാം. പഠിക്കാൻ സമയം കണ്ടെത്തണം നമ്മൾ. പക്ഷേ നമ്മുടെ സാഹചര്യം നമുക്ക് പ്രത്യേകിച്ച് ഒരു കുഞ്ഞിക്കുട്ടിയൊക്കെ ആകുമ്പോൾ നമുക്ക് അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് എന്തും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സോറി ഫോർ ദ ഡിലേ. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അത് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ തടസ്സം നേരിടുന്നതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അപ്പം വോയിസ് ഒക്കെ ക്ലിയർ ആണോ? നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഗ്ലോബിൽ നിന്ന് ആറാം അധ്യായമായ നമ്മുടെ 6ാം ക്ലാസ്സിലെ 4ാമത്തെ അധ്യായമായ ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക്. സൂര്യനിൽ നിന്നൊരു ചൂട് തീക്കൂടമായി ശൂന്യാകാശ സരസിൽ വീണു തണുത്തു കിടന്നു മയങ്ങി ഉണർന്നവളല്ലോ ഭൂമി. വായുവിൽ ഈറൻ ജീവഗണങ്ങളെ വാരിച്ചൂടിയ ഭൂമി. അവലംബം ഭൂമി സനാതയാണ്. വയലാർ രാമവർമ്മ എഴുതിയ അവലംബം എന്ന ഇതിലെ ഭൂമി സമാധാന അതിലെയാണ് ഭാഗമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഭൂമിയെ കുറിച്ച് എഴുതിയിരിക്കുന്നത്: അന്തരീക്ഷം, ജലം, അനുകൂല കാലാവസ്ഥ എന്നിവയാൽ സമ്പന്നമായ ഭൂമി പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഒരേ ഒരു ആകാശഗോളമാണ് എന്ന് പറയുന്നു. ഇപ്പോൾ ഭൂമി എന്ന് പറയുന്നത് അന്തരീക്ഷം, ജലം, അനുകൂല കാലാവസ്ഥ എന്നിവയാൽ സമ്പന്നമായ ഭൂമി പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഒരേ ഒരു ആകാശഗോളമാണ്. സൂര്യനിൽ നിന്നടർന്ന ഒരു തീക്കുടം ശൂന്യാകാശമാകുന്ന പൊയ്കയിൽ വീണ് തണുത്തു മയങ്ങി ഉണർന്നതായി ഭൂമിയായി രൂപപ്പെട്ടതെന്നും അന്തരീക്ഷത്തിൽ ഈറൻ ജീവകണങ്ങളെ വാരിച്ചൂടി നിൽക്കുകയാണ് ഭൂമി എന്നുമാണ് വയലാർ രാമവർമ്മ പാടിയത്. അന്തരീക്ഷം, ജലം, അനുകൂല കാലാവസ്ഥ എന്നിവയാൽ സമ്പന്നമായ നമ്മുടെ ഭൂമി പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഒരേ ഒരു ആകാശഗോളമാണ്. ഭൂമിയുടെ ആകൃതി, ചലനങ്ങൾ, മറ്റ് സവിശേഷതകൾ എന്നിവ മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പരിചയപ്പെട്ടല്ലോ. ബഹിരാകാശത്തു നിന്നും എടുത്ത ചിത്രങ്ങൾ ഭൂമിയുടെ ശരിയായ ആകൃതി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഗോളാകൃതി തന്നെയാണ് ഭൂമിക്കുള്ളത്. ധ്രുവങ്ങളിൽ അല്പം പരന്നും മധ്യഭാഗം അല്പം തള്ളിയും കാണപ്പെടുന്ന സവിശേഷമായ ആകൃതിയാണ് ഭൂമിക്കുള്ളത്. അപ്പോൾ ഭൂമിയുടെ ആകൃതി എന്ന് പറയുന്നത് ധ്രുവങ്ങളിൽ അല്പം പരന്നും മധ്യഭാഗം അല്പം തള്ളിയും കാണുന്ന സവിശേഷമായ ആകൃതിയാണ് ഭൂമിക്കുള്ളത്. ഭൂമിയുടെ ഈ ആകൃതി ജിയോസിഡ് എന്നറിയപ്പെടുന്നു. അപ്പോൾ ജിയോസിഡ് എന്ന് പറയുന്നതാണ് ഭൂമിയുടെ ആകൃതി. ധ്രുവങ്ങളിൽ അല്പം പരന്നും മധ്യഭാഗം അല്പം തള്ളിയും കാണുന്ന സവിശേഷമായ ആകൃതി, അതിനെയാണ് ജിയോയിഡ് എന്ന് പറയുന്നത്. ഭൂമിയുടെ യഥാർത്ഥ മാതൃകയാണല്ലോ ഗ്ലോബ്. ഭൗമോപരിതല സവിശേഷതകൾ മനസ്സിലാക്കുന്നതിനും സ്ഥാനനിർണയം നടത്തുന്നതിനും ഗ്ലോബ് ഉപയോഗിക്കുന്നു. ഗ്ലോബിലെ നെടുകയും കുറുകയുമുള്ള രേഖകൾ എന്താണെന്ന് മുൻ ക്ലാസ്സുകളിൽ പരിചയപ്പെട്ടതാണല്ലോ. ഈ രേഖകളുടെ സവിശേഷതകൾ പരിചയപ്പെടാം. അപ്പം ഭൂകേന്ദ്രം ആധാരമാക്കി, അപ്പം ആദ്യത്തെ എന്ന് പറയുന്നത് അക്ഷാംശ രേഖകളാണ്. അപ്പം നമുക്കറിയാം ഭൂമിയിൽ പ്രധാനമായും എത്രയാണ്? 1, 2, 3, 5 രേഖകളുണ്ട്. അതെന്തൊക്കെയാണ്? അക്ഷാംശ രേഖ, ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ. അപ്പം ഉത്തരായന രേഖ അപ്പം 6 വരുന്നത് ഉത്തരായന നേരത്തെ നോർത്തും ഇതുമുണ്ട്, സൗത്തും ഉണ്ട്. അതേപോലെ ദക്ഷിണായ ദേവി ഉത്തര ധ്രുവം ദക്ഷിണ ധ്രുവം ഉണ്ട്. സൗത്ത് പോളും ഉണ്ട്, നോർത്ത് പോളും ഉണ്ട്. ഉത്തരായന രേഖയ്ക്ക് സൗത്ത് പോളും ഉണ്ട്, നോർത്ത് പോളും ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ ആദ്യത്തെ എന്ന് പറയുന്നത് അക്ഷാംശ രേഖകളാണ്. ഭൂകേന്ദ്രം ആധാരമാക്കി ഭൂമധ്യരേഖയുടെ ഇരുവശത്തും ഒരേ കോണീയ അകലത്തിലുള്ള ബിന്ദുക്കളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകൾ. അതായത് ഭൂകേന്ദ്രത്തെ ആധാരമാക്കി ഭൂമധ്യരേഖയുടെ ഇരുവശത്തും ഒരേ കോണീയ അകലത്തിൽ ബിന്ദുക്കളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന
സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകൾ. ഭൗമോപരിതലത്തിൽ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വരയ്ക്കുന്ന അക്ഷാംശ വൃത്തങ്ങളാണിവ. ചിത്രം 4.1 നിരീക്ഷിച്ച ഏറ്റവും വലിയ അക്ഷാംശ വൃത്തം സർക്കിൾ ഓഫ് ലാറ്റിറ്റ്യൂഡ് കണ്ടെത്തൂ. 0 പോയിന്റ് അക്ഷാംശ വൃത്തമാണ് ഏറ്റവും വലിപ്പമുള്ളത് കണ്ടെത്തിയല്ലോ. ഇതാണ് ഭൂമധ്യരേഖ. അപ്പം നമ്മളിതിനെ നോക്കിയാൽ മനസ്സിലാകും 0 ഡിഗ്രി അക്ഷാംശ വൃത്തമാണ് ഏറ്റവും വലിപ്പമുള്ളത്. അതിനെ നമ്മൾ ഭൂമധ്യരേഖ എന്ന് പറയുന്നു. അപ്പം ഏറ്റവും വലിപ്പമുള്ള അക്ഷാംശ വൃത്തം സർക്കിൾ ഓഫ് ലാറ്റിറ്റ്യൂഡ് 0 ഡിഗ്രി അക്ഷാംശ വൃത്തമാണ്. 0 ഡിഗ്രി അക്ഷാംശ വൃത്തം അറിയപ്പെടുന്നത് ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖ. ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖ എന്നാണ്. ഭൂമധ്യരേഖയുടെ വടക്കും തെക്കുമായി അക്ഷാംശ രേഖകൾ കാണപ്പെടുന്നു. ഭൂമധ്യരേഖകളിൽ നിന്ന് ഇരുവശങ്ങളിലേക്ക് പോകും തോറും അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം കുറഞ്ഞ് വരുന്നു. അക്ഷാംശ രേഖയിൽ ആദ്യത്തെയാണ് ഭൂമധ്യരേഖ. ഏറ്റവും വലിപ്പമുള്ള അക്ഷാംശ വൃത്തമാണ് 0 ഡിഗ്രി അക്ഷാംശ വൃത്തം. 0 ഡിഗ്രി അക്ഷാംശ വൃത്തം അറിയപ്പെടുന്നത് ഭൂമധ്യരേഖ അല്ലെങ്കിൽ ഇക്വേറ്റർ എന്നാണ്. അടുത്തതാണ് അർദ്ധഗോളങ്ങൾ, ഹെമിസ്ഫിയർ. അതിനു മുന്നേ അക്ഷാംശ രേഖകൾ വരച്ചു നോക്കിയാലോ. അകം പൊള്ളയല്ലാത്ത ഒരു റബ്ബർ പന്തിനെ 2 തുല്യ ഭാഗങ്ങളായി ഛേദിക്കുക. 2 പകുതിയിലും കോൺ മാപ്പിനെ ഉപയോഗിച്ച് ചിത്രത്തിൽ കാണുന്നത് പോലെ 0 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെ കോണളവുകൾ രേഖപ്പെടുത്തുക. കോണളവുകൾ അടിസ്ഥാനമാക്കി ഛേദിച്ച ഭാഗത്തിന്റെ മധ്യത്തിലേക്ക് ചിത്രത്തിൽ കാണുന്നത് പോലെ രേഖകൾ വരച്ചു യോജിപ്പിക്കൂ. ഇനി ഈ വരകളെ ഉപരിതലത്തിലേക്ക് നീട്ടി വരച്ച് തുല്യ കോണളവുകളെ യോജിപ്പിക്കൂ. തുടർന്ന് മറ്റേ പകുതിയിലും ഇതുപോലെ വരച്ചു നോക്കൂ. 2 പകുതികളും ചേർത്ത് ഒട്ടിക്കുക. അക്ഷാംശ വൃത്തങ്ങൾ വരച്ച പന്ത് ലഭ്യമാക്കും. ഭൂമധ്യരേഖയെ അടിസ്ഥാനമാക്കി ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായിട്ട് സങ്കല്പിക്കാം. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു 0 ഡിഗ്രി. അപ്പൊ ആ 2 അർദ്ധഗോളങ്ങളായിട്ട് അതിന്റെ സെന്റർ ആയിട്ട് ആ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ചിത്രം 4.2. ഭൂമധ്യരേഖയെ അടിസ്ഥാനമാക്കി ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായി സങ്കല്പിക്കാം. ഭൂമധ്യരേഖയുടെ വടക്കു ഭാഗത്തുള്ള അർദ്ധഗോളം ഉത്തരാർദ്ധഗോളം, നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും തെക്കു ഭാഗത്തുള്ള അർദ്ധഗോളം ദക്ഷിണാർദ്ധഗോളം, സൗത്തേൺ ഹെമിസ്ഫിയർ എന്നും അറിയപ്പെടുന്നു. അപ്പം ഭൂമധ്യരേഖയെ അടിസ്ഥാനമാക്കി ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായി സങ്കല്പിച്ച് ഭൂമധ്യരേഖയുടെ വടക്കു ഭാഗത്തെ അർദ്ധഗോളം അറിയപ്പെടുന്നത് ഉത്തരാർദ്ധഗോളം, നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും ഭൂമധ്യരേഖയുടെ തെക്കു ഭാഗത്തുള്ള അർദ്ധഗോളം അറിയപ്പെടുന്നത് സൗത്തേൺ ഹെമിസ്ഫിയർ എന്നുമാണ്. ഉത്തരാർദ്ധഗോളത്തിൽ ഉൾപ്പെട്ട ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയാണെന്നറിയാവോ? ഉത്തരാർദ്ധഗോളത്തിൽ ഉൾപ്പെട്ട ഭൂഖണ്ഡങ്ങൾ ഏഷ്യ, വടക്കേ അമേരിക്ക, യൂറോപ്പ് എന്നിവയും ദക്ഷിണാർദ്ധഗോളത്തിൽ ഉൾപ്പെട്ട ഭൂഖണ്ഡങ്ങൾ ഓസ്ട്രേലിയ, അന്റാർട്ടിക്കയും 2 അർദ്ധഗോളങ്ങളുമായി വ്യാപിച്ചു കിടക്കുന്ന ഭൂഖണ്ഡങ്ങൾ ആഫ്രിക്കയും തെക്കേ അമേരിക്കയുമാണ്. അപ്പൊ അർദ്ധഗോളങ്ങളെ നമ്മൾ 2ആയിട്ട് തിരിച്ചു. അതിൽ ഉത്തരാർദ്ധഗോളവും ദക്ഷിണാർദ്ധഗോളവും. ഉത്തരാർദ്ധഗോളത്തിൽ ഉൾപ്പെടുന്ന ഭൂഖണ്ഡങ്ങളും ദക്ഷിണാർദ്ധഗോളത്തിൽ ഉൾപ്പെടുന്നതും 2ലും പെടുന്നതും ഇപ്പോൾ പറഞ്ഞു. ഭൂമധ്യരേഖയിൽ നിന്നും വടക്കോട്ടും തെക്കോട്ടും പോകുന്നേറും അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം കുറഞ്ഞു വരുന്നതായി കാണുന്നില്ലേ? അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം കുറഞ്ഞു വന്ന് 90 ഡിഗ്രി വടക്കും 90 ഡിഗ്രി തെക്ക് എന്നീ ബിന്ദുക്കളിൽ അവസാനിക്കുന്നതായി കാണാം. 90 ഡിഗ്രി വടക്കുള്ള അക്ഷാംശത്തെ ഉത്തര ധ്രുവം എന്നും നോർത്ത് പോൾ എന്നും 90 ഡിഗ്രി തെക്കുള്ള അക്ഷാംശത്തെ ദക്ഷിണ ധ്രുവം സൗത്ത് പോൾ എന്നും വിളിക്കുന്നു. ഭൂമധ്യരേഖയ്ക്ക് അപ്പം അക്ഷാംശരേഖകളുടെ വലിപ്പം കുറഞ്ഞു വന്ന് 90 ഡിഗ്രി വടക്ക് വരുന്നതിനെ അക്ഷാംശരേഖത്തെ ഉത്തര ധ്രുവം എന്നും 90 ഡിഗ്രി തെക്കുള്ള അക്ഷാംശത്തെ ദക്ഷിണ ധ്രുവം എന്നും വിളിക്കുന്നു. ഭൂമധ്യരേഖയ്ക്ക് വടക്കുള്ള അക്ഷാംശരേഖകൾ ഉത്തര അക്ഷാംശങ്ങൾ എന്നും തെക്കുള്ള അക്ഷാംശങ്ങൾ ദക്ഷിണ അക്ഷാംശങ്ങൾ എന്നും അറിയപ്പെടുന്നു. ആ ചിത്രമാണ് ചിത്രം 4.4 കൊടുത്തിരിക്കുന്നത്. ചിത്രത്തിൽ ഉത്തര ധ്രുവം ദക്ഷിണ ധ്രുവം നിരീക്ഷിക്കൂ. ധ്രുവങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഭൂമിക്കുള്ളിലൂടെ ഒരു നേർരേഖ സങ്കല്പിച്ചാൽ അതാണ് ഭൂമിയുടെ അച്ചുതണ്ട് അഥവാ ആക്സിസ് എന്ന് പറയുന്നത്. ഈ സാങ്കല്പിക അച്ചുതണ്ടിനെ ആധാരമാക്കിയാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത്. ആക്സിസിന്റെ ഗുണം ആക്സിസ് എന്താണ്? നമ്മൾ ഈ പറഞ്ഞ ഈ ആക്സിസിനെ അടിസ്ഥാനമാക്കിയാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത്. അച്ചുതണ്ടിന് ഭൂമിയുടെ പരിക്രമണ തലത്തിന്റെ ലംബത്തിൽ നിന്ന് 23.5 ഡിഗ്രി ചെരിവുണ്ട്. ചിത്രം 4.5b നിരീക്ഷിച്ച അച്ചുതണ്ടിന്റെ ചെരിവ് തിരിച്ചറിയും.
അപ്പം ധ്രുവങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഭൂമിക്കുടയിലൂടെ വരയ്ക്കുന്ന സാങ്കല്പിക നേർരേഖ അറിയപ്പെടുന്നതാണ് അച്ചുതണ്ട് അല്ലെങ്കിൽ ആക്സിസ് എന്ന് നമ്മൾ പറയുന്നു. അപ്പം ഈ സാങ്കല്പിക അച്ചുതണ്ടിനെ ആരാന്തരമാക്കി ഭൂമി ഭ്രമണം ചെയ്യുന്നത്. അച്ചുതണ്ടിനെ ഭൂമിയുടെ പരിക്രമണത്തിന്റെ ലംബത്തിൽ നിന്ന് എത്രയാണ് 23.5 ഡിഗ്രി ചെരിവുണ്ട്. ഇനി ഇമ്പോർട്ടൻറ്റ് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്, പ്രധാന അക്ഷാംശ രേഖകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാന അക്ഷാംശ രേഖകൾ: ഒന്ന് ഭൂമധ്യരേഖയാണ് 0 ഡിഗ്രി. ഇപ്പം നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന പകുതിയിൽ ഭൂമധ്യരേഖ, ഇക്വേറ്റർ 0 ഡിഗ്രി. ഉത്തരായന രേഖ ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23.5 ഡിഗ്രി വടക്ക് ഉത്തരായന രേഖ. ദക്ഷിണായന രേഖ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ 23.5 ഡിഗ്രി തെക്ക്. അടുത്തത് ആർട്ടിക് വൃത്തം കൊടുത്തേക്കുന്നുണ്ടോ? ആർട്ടിക് വൃത്തം ഈ ചിത്രം നോക്കിയാൽ മനസ്സിലാവും. ആർട്ടിക് വൃത്തം 66 ഡിഗ്രി വടക്ക്. അന്റാർട്ടിക് വൃത്തം 66 ഡിഗ്രി തെക്ക്. ഉത്തര ധ്രുവം 90 ഡിഗ്രി വടക്ക്. ദക്ഷിണ ധ്രുവം 90 ഡിഗ്രി തെക്ക്. അപ്പം ഇതിൽ കൊടുത്തിരിക്കുന്നത് ഭൂമധ്യരേഖ ഇക്വേറ്റർ 0 ഡിഗ്രി സെന്റർ. ദക്ഷിണായന രേഖ 23.5 ഡിഗ്രി തെക്ക്. ഉത്തരായന രേഖ 23.5 ഡിഗ്രി വടക്ക്. ആർട്ടിക് വൃത്തം 66 ഡിഗ്രി വടക്ക്. അന്റാർട്ടിക് വൃത്തം 66 ഡിഗ്രി തെക്ക്. ഉത്തര ധ്രുവം 90 ഡിഗ്രി വടക്ക്. ദക്ഷിണ ധ്രുവം 90 ഡിഗ്രി തെക്ക്. ചിത്രം 4-5 നിരീക്ഷിച്ച് പ്രധാന അക്ഷാംശ രേഖകളുടെ പട്ടിക പൂർത്തിയാകും. ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഇതൊന്ന് പൂരിപ്പിച്ച് നോക്കുക. അപ്പം ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പഠിച്ചു എന്നാണ് അർത്ഥം. അപ്പം രേഖാംശ രേഖകൾ, ലൈൻസ് ഓഫ് ലോജിറ്റ്യൂഡ്. ഭൂകേന്ദ്രത്തെ ആധാരമാക്കി ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൂമധ്യ രേഖാതലത്തിലൂടെ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ. ഭൂകേന്ദ്രത്തെ ആധാരമാക്കി ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൂമധ്യ രേഖാതലത്തിലൂടെ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ. ഒരേ വലിപ്പത്തിലുള്ള അർദ്ധവൃത്തങ്ങളാണിവ. രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ് ഭൂമിയിൽ സമയം നിർണ്ണയിക്കുന്നത്. പ്രധാന രേഖാംശ രേഖകൾ 0 ഡിഗ്രി രേഖാംശ രേഖയും 180 ഡിഗ്രി രേഖാംശ രേഖയും ആണ്. 1 ഡിഗ്രി ഇടവിട്ട് ഇരു ധ്രുവങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് രേഖാംശ രേഖകൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് 360 രേഖാംശ രേഖകൾ വരയ്ക്കാൻ കഴിയും. അക്ഷാംശ രേഖകൾ വരച്ചതുപോലെ ചിത്രങ്ങൾ നിരീക്ഷിച്ച് പന്തിൽ രേഖാംശ രേഖകൾ വരച്ച് അളവുകൾ രേഖപ്പെടുത്തൂ. ചിത്രം 4-6, 4-7 എന്നിവ നിരീക്ഷിക്കൂ. പ്രധാന രേഖാംശ രേഖകൾ പ്രത്യേകമായി അടയാളപ്പെടുത്തിയിരിക്കുന്നത് കണ്ടില്ലേ? ഗ്ലോബ് നിരീക്ഷിച്ച് ഈ രേഖകളെ തിരിച്ചറിയൂ. ഇവയുടെ പ്രത്യേകതകൾ എന്താണ്? അടുത്താണ് പ്രധാന രേഖാംശ രേഖകൾ, ഇമ്പോർട്ടൻറ്റ് ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്. 0 ഡിഗ്രി രേഖാംശ രേഖയെ പ്രീ മെറിഡിയൻ എന്നാണ് വിളിക്കുന്നത്. 0 ഡിഗ്രി രേഖാംശ രേഖയെ പ്രീ മെറിഡിയൻ എന്ന് വിളിക്കുന്നു. ലണ്ടന് സമീപമുള്ള ഗ്രീനിച്ച് എന്ന സ്ഥലത്ത് കൂടി ഈ രേഖ കടന്നു പോകുന്നത് കൊണ്ട് ഗ്രീനിച്ച് രേഖ എന്ന് ഇതറിയപ്പെടുന്നു. 0 ഡിഗ്രി രേഖാംശ രേഖയുടെ നേരെ എതിർവശത്തുള്ള രേഖയാണ് 180 ഡിഗ്രി രേഖാംശ രേഖ. ഇതിനെ ആധാരമാക്കിയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ, ഇന്റർനാഷണൽ ലേറ്റ് നൈറ്റ് വരച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ ഒരു നേർരേഖയല്ല, കാരണം അന്വേഷിച്ചറിയും. അപ്പം അന്താരാഷ്ട്ര 0 ഡിഗ്രി രേഖാംശ രേഖ പ്രീ മെറിഡിയൻ എന്നറിയപ്പെടുന്നു. ലണ്ടന് സമീപമുള്ള ഗ്രീനിച്ച് എന്ന സ്ഥലത്ത് നിന്ന് ഈ രേഖ കടന്നു പോകുന്നത് കൊണ്ട് ഇതിനെ ഗ്രീനിച്ച് രേഖ എന്ന് പറയുന്നു. ഇതിന് 2 എണ്ണം ഉണ്ട്, അന്താരാഷ്ട്ര ദിനാങ്ക രേഖയും രേഖാംശ. അപ്പോൾ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ, ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത് 0 ഡിഗ്രി രേഖാംശ രേഖയുടെ നേരെ എതിർവശത്തുള്ള രേഖയാണ് 180 ഡിഗ്രി രേഖാംശ രേഖ. 180 ഡിഗ്രി രേഖാംശ രേഖയെ ആധാരമാക്കിയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ വരച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ ഒരു നേർരേഖയല്ല.
കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഈ രേഖ മുറിച്ചു കടക്കുമ്പോൾ ഒരു ദിവസം നഷ്ടപ്പെടുകയും പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഈ രേഖ മുറിച്ചു കടക്കുമ്പോൾ ഒരു ദിവസം അധികമാവുകയും ചെയ്യും. ഒരു രാജ്യത്തിനുള്ളിലെ വിവിധ സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് തന്നെ വ്യത്യസ്ത ദിവസങ്ങൾ ഉണ്ടാവുന്നതിന് ഒഴിവാക്കുന്നതിനാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖയിൽ ചിലയിടങ്ങളിൽ വ്യതിചലനം കൽപ്പിച്ചിരിക്കുന്നത്. പ്രൈം മെറീഡിയനെ ആധാരമാക്കി ഭൂമിയെ കിഴക്കേ അർദ്ധഗോളമെന്നും ഈസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും പടിഞ്ഞാറേ അർദ്ധഗോളം വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും രണ്ടായി തിരിക്കാം. ഗ്രീനിച്ച് രേഖയ്ക്ക് കിഴക്കുള്ള രേഖാംശങ്ങളെ കിഴക്കൻ രേഖാംശങ്ങളെന്നും പടിഞ്ഞാറുള്ളവയെ പടിഞ്ഞാറൻ രേഖാംശങ്ങളെന്നും വിളിക്കുന്നു. അപ്പൊ പ്രീ മെറീഡിയനെ ആധാരമാക്കി ഭൂമിയെ കിഴക്കേ അർദ്ധഗോളമെന്നും പടിഞ്ഞാറേ അർദ്ധഗോളം എന്നും രണ്ടായി തിരിക്കുന്നു. ഗ്രീനിച്ച് രേഖയ്ക്ക് കിഴക്കുള്ള രേഖാംശങ്ങളെ കിഴക്കൻ രേഖാംശങ്ങളെന്നും പടിഞ്ഞാറുള്ളവയെ പടിഞ്ഞാറൻ രേഖാംശങ്ങൾ എന്നും വിളിക്കുന്നു. അതാണ് ഇവിടെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ചിത്രം 4.8 നിരീക്ഷിക്കൂ. പടിഞ്ഞാറേ അർദ്ധഗോളവും കിഴക്കേ അർദ്ധഗോളവും തിരിച്ചറിയൂ. ചുവടെ നൽകിയിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെ അർദ്ധഗോളത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഗ്ലോബിന്റെ സഹായത്തോടെ കണ്ടെത്തി രാജ്യങ്ങളുടെ നേർ രേഖപ്പെടുത്തും. അപ്പം ഇന്ത്യ രാജ്യം സ്ഥിതി ചെയ്യുന്ന അർദ്ധഗോളം ഏതാ? ചിത്രം നിരീക്ഷിച്ച് ഇന്ത്യ കിഴക്ക് അർദ്ധഗോളവും അമേരിക്കൻ ഐക്യനാടുകൾ പടിഞ്ഞാറ് അർദ്ധഗോളവും ബ്രസീൽ പടിഞ്ഞാറ് അർദ്ധഗോളവും ഇന്തോനേഷ്യ കിഴക്ക് അർദ്ധഗോളവുമാണ്. അക്ഷാംശ രേഖകൾ പരിചയപ്പെട്ടല്ലോ. അക്ഷാംശ രേഖാംശ രേഖകളെ അടിസ്ഥാനമാക്കിയാണ് ഭൂമിയിൽ ഒരു സ്ഥലത്തിന്റെയോ പ്രദേശത്തിന്റെയോ വസ്തുവിന്റെയോ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുന്നത്. അപ്പൊ അക്ഷാംശ രേഖകളെ അടിസ്ഥാനമാക്കിയാണ് ഭൂമിയിൽ ഒരു സ്ഥലത്തിന്റെയോ പ്രദേശത്തിന്റെയോ വസ്തുവിന്റെയോ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുന്നത്. അക്ഷാംശ രേഖാംശ രേഖകളെ ചിത്രീകരിക്കുന്നത് നോക്കൂ. അക്ഷാംശ രേഖാംശ രേഖകളുടെ ചാലികയാണിത്. ഇതിനെ ഗ്രാറ്റിറ്റ്യൂൾ എന്ന് വിളിക്കുന്നു. അക്ഷാംശ രേഖാംശ ജാലികയെ വിളിക്കുന്നതാണ് ഗ്രാറ്റിറ്റ്യൂൾ എന്ന്. ഭൂപടങ്ങളിലും അറ്റസ്റ്റുകളിലും അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലിക കാണാൻ കഴിയും. അപ്പൊ എവിടെയാണ്? ഭൂപടങ്ങളിലും അറ്റ്ലസുകളിലും അക്ഷാംശ ജാലിക കാണുമ്പോൾ ഗ്രാറ്റിറ്റ്യൂൾ അക്ഷാംശ ജാലികകളെ വിളിക്കുന്നതാണ്, അക്ഷാംശ രേഖകളുടെ ജാലികകളെ വിളിക്കുന്നതാണ് ഗ്രാറ്റിറ്റ്യൂൾ എന്ന്. ചിത്രം നിരീക്ഷിക്കൂ. ഇന്ത്യയുടെ സ്ഥാനം ഏതൊക്കെ അക്ഷാംശ രേഖകൾക്കിടയിലാണ് കണ്ടെത്തി പട്ടികപ്പെടുത്തൂ. ഇന്ത്യയുടെ സ്ഥാനം എവിടെയാ? അപ്പം അക്ഷാംശം 8 ഡിഗ്രി വടക്ക് മുതൽ 38 ഡിഗ്രി വടക്ക് വരെയാണ് ഇന്ത്യയുടെ സ്ഥാനം. രേഖാംശം വരുമ്പോൾ 62 ഡിഗ്രി കിഴക്ക് മുതൽ 98 ഡിഗ്രി കിഴക്ക് വരെയാണ്. അപ്പം അക്ഷാംശം 8 ഡിഗ്രി വടക്ക് മുതൽ 38 ഡിഗ്രി വടക്ക് വരെയും രേഖാംശം 68 ഡിഗ്രി കിഴക്ക് മുതൽ 98 ഡിഗ്രി കിഴക്ക് വരെയാണ് ഇന്ത്യയുടെ സ്ഥാനം. ഭൂപ്രക്ഷേപങ്ങൾ മാപ്പ് പ്രൊജക്ഷൻസ്. ഭൂമിയുടെ ഉപരിതല സവിശേഷതകളുടെ സൂക്ഷ്മമായ പഠനത്തിന് ഗ്ലോബ് മാത്രം മതിയാകുമോ? ഇന്ത്യയുടെ സ്ഥാനം ഭൂമിയിൽ എവിടെയാണെന്ന് കൃത്യമായി നിർണ്ണയിക്കാൻ അക്ഷാംശ രേഖാംശ രേഖകളുടെ ജോലികയാണ് നമ്മെ സഹായിച്ചത്. ഭൂപട നിർമ്മാണത്തിനുള്ള ചട്ടക്കൂട് ഈ അക്ഷാംശ രേഖാംശങ്ങളുടെ ജാലികയാണ്. ഭൗമോപരിതല സവിശേഷതകളെ ചിത്രീകരിച്ചിട്ടുള്ള ഈ പരന്ന പ്രതലമാണ് ഭൂപടമെന്ന് നിങ്ങൾക്കറിയാം. ഭൂമിയുടെ ഉപരിതലം വക്രമാണെങ്കിലും ഭൂപടം നിർമ്മിക്കേണ്ടത് പരന്ന പ്രതലത്തിലാണ്. ഉരുണ്ട പ്രതലത്തിലെ സവിശേഷതകളെ പരന്ന പ്രതലത്തിലേക്ക് മാറ്റി വരയ്ക്കുന്നത് ഭൂപട നിർമ്മാണത്തിലെ പ്രധാന വെല്ലുവിളിയാണ്. ഒരു ഗ്ലോബിനെ പരത്തി നമുക്ക് എങ്ങനെ ഭൂപടം നിർമ്മിക്കാൻ കഴിയും? ചിത്രത്തിൽ കാണുന്നത് പോലെ ഒന്ന് പരത്തി നോക്കിയാലോ? ഇപ്പം അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികയെ ഏതെങ്കിലും പരന്ന പ്രതലത്തിലേക്ക് ശാസ്ത്രീയമായി പകർത്തുന്ന രീതിയാണ് ഭൂപ്രക്ഷേപങ്ങൾ. ഗ്ലോബിനെ പരന്ന പ്രതലമാക്കി മാറ്റിയപ്പോൾ ഭൂപ്രദേശങ്ങളും ചില വൻകരകളും മുറിഞ്ഞു പോയതായി കാണുന്നില്ലേ? ഇത്തരത്തിൽ ഗ്ലോബിനെ പരത്തി ഭൂപടം നിർമ്മിച്ചാൽ വികലമായ ഭൂപടമാകും കിട്ടുക. ഗ്ലോബിനെ ഒരു
ട്രേസിംഗ് പേപ്പർ ഉപയോഗിച്ച് പൊതിഞ്ഞ ശേഷം ഭൂഖണ്ഡങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കൂ. മടക്കുകളും ചുളിവുകളും കാരണം അപാകതകൾ നിറഞ്ഞ ഭൂപടമല്ലേ നമുക്ക് ലഭിക്കുക. ഗോളാകൃതിയിലുള്ള ഗ്ലോബിന്റെ ഉപരിതല സവിശേഷതകളെ ഇത്തരത്തിലുള്ള അപാകതകളില്ലാതെ പരന്ന പ്രതലത്തിലേക്ക് എങ്ങനെ പകർത്തി ഒരു ഭൂപടം നിർമ്മിക്കാം? ഇതിനായി ഭൂപ്രക്ഷേപങ്ങൾ എന്ന സാങ്കേതം ഉപയോഗിക്കുന്നു. അക്ഷാംശ, രേഖാംശ രേഖകളുടെ ജാലികയെ ഏതെങ്കിലും പരന്ന പ്രതലത്തിലേക്ക് ശാസ്ത്രീയമായി പകർത്തുന്ന രീതിയാണ് ഭൂപ്രക്ഷേപങ്ങൾ. സുതാര്യമായ ഗ്ലോബിനുള്ളിൽ ഒരു പ്രകാശ സ്രോതസ് സജ്ജീകരിച്ച് അക്ഷാംശ, രേഖാംശ രേഖകളും ഭൂതല സവിശേഷതകളും പരന്ന പ്രതലത്തിലേക്ക് മാറ്റി വരയ്ക്കുകയാണ് പരമ്പരാഗത രീതി. ഇവ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കിയാലോ. ഒരു സ്ഫടിക ജാർ വായ്ഭാഗം അടിയിൽ വരുന്ന രീതിയിൽ വയ്ക്കുക. ജാറിന്റെ ഉപരിതലത്തിൽ ചിത്രത്തിൽ കാണുന്നത് പോലെ മാർക്കർ പെൻ ഉപയോഗിച്ച് അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളും വരച്ചു നോക്കൂ. ഈ സ്ഫടിക ജാറിന് മുകളിലായി ഒരു പരന്ന പ്രതലം വയ്ക്കുക. ജാറിനുള്ളിൽ ഒരു പ്രകാശ സ്രോതസ് വയ്ക്കുക. എന്താണ് കാണുന്നത്? ജാറിന് മുകളിലുള്ള വരച്ചിട്ടുള്ള അക്ഷാംശ രേഖാംശ രേഖകളുടെ നിഴൽ പരന്ന പ്രതലത്തിലേക്ക് പതിയുന്നത് കാണാം. ഈ ജാലികയെ പരന്ന പ്രതലത്തിൽ വരച്ചെടുക്കൂ. വരച്ചെടുത്ത അക്ഷാംശ രേഖാംശ രേഖകളുടെ ഡിഗ്രി അളവുകൾ രേഖപ്പെടുത്തിയതിനു ശേഷം അവയെ അടിസ്ഥാനമാക്കി ഭൂഖണ്ഡങ്ങളോ രാജ്യങ്ങളോ വരച്ചു ചേർത്ത് ഭൂപടം നിർമ്മിക്കാവുന്നതാണ്. ഈ രീതിയിൽ ഭൂമിയിലെ ഏത് പ്രദേശത്തിന്റെയും അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലിക പകർത്തി ആ പ്രദേശത്തിന്റെ ഭൂപടം നിർമ്മിക്കാൻ കഴിയും. വ്യത്യസ്ത ആകൃതിയിലുള്ള പ്രതലങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇത് സാധ്യമാകുന്നത്. പ്രതലം, പ്രകാശ സ്രോതസ് എന്നിവയുടെ സ്ഥാനം മാറ്റി വിവിധങ്ങളായ ഭൂപ്രക്ഷേപങ്ങൾ തയ്യാറാക്കാൻ കഴിയും. പ്രതലത്തിന്റെ ആകൃതിയുടെ അടിസ്ഥാനത്തിൽ ഭൂപ്രക്ഷേപങ്ങളെ 3ആയി തിരിക്കാം. അവയെ പരിചയപ്പെട്ടാലോ. അപ്പൊ ഏതൊക്കെയാണ് 3 പ്രക്ഷേപങ്ങൾ? 1 സിലിണ്ടറിക്കൽ പ്രക്ഷേപം, സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ. 2 ശീർഷതല പ്രക്ഷേപം, അതായത് സെനിറ്റൽ പ്രൊജക്ഷൻ. 3 കോണിക്കൽ പ്രക്ഷേപം, കോണിക്കൽ പ്രൊജക്ഷൻ. 1 സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ, സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ. അതെന്നാന്ന് നമുക്ക് നോക്കാം. സുതാര്യമായ ഗ്ലോബിൽ ഒരു പ്രകാശ സ്രോതസ് സജ്ജീകരിക്കുന്നു. അതിനെ ആവരണം ചെയ്ത് സിലിണ്ടറൽ ആകൃതിയിലുള്ള പ്രതലം വെച്ചിരിക്കുന്നു. ഗ്ലോബിനെ വലയം ചെയ്തിരിക്കുന്ന സിലിണ്ടർ ആകൃതിയിലുള്ള പ്രതലത്തിലേക്ക് അക്ഷാംശ രേഖാംശങ്ങളുടെ ജാലിക പകരുന്നു. ഇതാണ് സിലിണ്ടറിക്കൽ പ്രക്ഷേപം. ഭൂമധ്യരേഖാ പ്രദേശങ്ങളുടെ കൃത്രിമമാർന്ന ഭൂപട ചിത്രീകരണത്തിന് ഈ ഭൂപ്രക്ഷേപം പ്രയോജനത്താണ്. സിലിണ്ടറൽ ആകൃതിയിലുള്ള പ്രതലത്തിൽ ഭൂതല സവിശേഷതകൾ പകർത്തി നിർമ്മിച്ചാൽ ലഭിക്കുന്ന ഭൂപടമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ചിത്രം 4.1.3. അടുത്തത് ശീർഷതല പ്രക്ഷേപം. ചിത്രം 4.1.4 നിരീക്ഷിച്ച് ഏത് പ്രദേശത്തെ അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലിക പകർത്തുന്നതിനായിട്ടാണ് ശീർഷപ്രക്ഷേപം ഉപയോഗിക്കുന്നതെന്ന് കണ്ടെത്തൂ. സുതാര്യമായ ഒരു ഗ്രാഫിന്റെ മധ്യഭാഗത്ത് പ്രകാശ സ്രോതസ്സും മുകൾ ഭാഗത്ത് പരന്ന പ്രതലവും വയ്ക്കുന്നു. പ്രകാശ സ്രോതസ് തെളിക്കുമ്പോൾ മുകളിൽ വെച്ചിട്ടുള്ള പ്രതലത്തിൽ ആ പ്രദേശത്തെ അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലിക തെളിയുന്നു. ഇത്തരത്തിൽ ശീർഷതല പ്രക്ഷേപം ഉപയോഗിച്ച് അക്ഷാംശ രേഖാംശങ്ങളുടെ ജാലിക ഒരു പരതത്തിൽ തയ്യാറാക്കുന്നു. അതാണ് ശീർഷതല പ്രക്ഷേപം. അടുത്തത് കോണിക്കൽ പ്രക്ഷേപം. കോണാകൃതിയിലുള്ള പ്രതലത്തിൽ അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികയെ പകർത്തി തയ്യാറാക്കുന്ന പ്രക്ഷേപ രീതിയാണ് കോണിക്കൽ പ്രക്ഷേപം. അക്ഷാംശ രേഖാംശ രേഖകളുടെ നിഴലുകൾ കോണാകൃതിയിലുള്ള പ്രതലത്തിൽ വരച്ച് ഭൂപടം നിർമ്മിക്കുന്നു. മധ്യ അക്ഷാംശ രേഖ പ്രദേശങ്ങളുടെ ഭൂപട നിർമ്മാണത്തിന് ഈ ഭൂപ്രക്ഷേപം കൂടുതലായി ഉപയോഗിക്കുന്നു. ഭൂപ്രക്ഷേപങ്ങളുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി ആശയപടം പൂർത്തിയാക്കൂ. സവിശേഷതകൾ. പ്രക്ഷേപതലം പരന്നത്, പൊതുവെ ധ്രുവങ്ങളുടെ ചിത്രീകരണത്തിനായി ഉപയോഗിക്കുന്നു. സിലിണ്ടറിക്കൽ പ്രക്ഷേപത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാ? ഭൂമധ്യരേഖാ പ്രദേശങ്ങളുടെ ചിത്രീകരണത്തിനായി ഉപയോഗിക്കുന്നതാണ് സിലിണ്ടറിക്കൽ പ്രക്ഷേപം. പ്രക്ഷേപതലം സിലിണ്ടറൽ ആകൃതിയായിരിക്കും. ശീർഷതല പ്രക്ഷേപം. അടുത്തത് പൊതുവെ ധ്രുവപ്രദേശങ്ങളുടെ ചിത്രീകരണവുമായി ഉപയോഗിക്കുന്നു. അടുത്തത് കോണിക്കൽ പ്രദേശം മധ്യ അക്ഷാംശ രേഖാ പ്രദേശങ്ങളുടെ ചിത്രീകരണത്തിനായി ഉപയോഗിക്കുന്നു. മധ്യ അക്ഷാംശ ചിത്രീകരണത്തിനായി ഉപയോഗിക്കുന്നു.
മൂന്ന് തരം ഭൂപ്രക്ഷേപങ്ങൾ പരിചയപ്പെട്ടല്ലോ. ഭൂമിയുടെ ഉപരിതല സവിശേഷതകളെ പരന്ന പ്രതലത്തിലേക്ക് മാറ്റുന്നതിന് ഭൂപ്രക്ഷേപങ്ങളെ കൂടാതെ ഗണിതശാസ്ത്ര സാങ്കേതികവും ഉപയോഗിക്കാറുണ്ട്. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സൂക്ഷ്മതയും കൃത്യതയും നിലനിർത്തി ഇന്ന് ഭൂപടങ്ങൾ നിർമ്മിച്ചു വരുന്നു. നഗരസഭയിൽ GIS മാപ്പിംഗ് പദ്ധതിക്ക് തുടക്കം. വിവരശേഖരണത്തിന് കൂടുതൽ കൃത്യതയും വേഗതയും ശാസ്ത്രീയതയും നൽകുക എന്ന ലക്ഷ്യത്തോടെ ഭൂവിവരീയ വ്യവസ്ഥ GIS ഉപയോഗപ്പെടുത്തി നഗരസഭയുടെ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ പദ്ധതിക്ക് തുടക്കമായി. വാർത്ത നിരീക്ഷിച്ചല്ലോ. എന്താണ് ഭൂവിവരവ്യവസ്ഥ, ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഭൂമിശാസ്ത്ര വിവരങ്ങൾ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും സൂക്ഷിച്ചു വയ്ക്കുകയും ആവശ്യ സന്ദർഭങ്ങളിൽ ഭൂപടങ്ങൾ, ഗ്രാഫുകൾ, പട്ടികകൾ മുതലായ രൂപങ്ങളായി ദൃശ്യവൽക്കരിച്ച് പ്രയോജനപ്പെടുത്തുന്ന സംവിധാനമാണ് ഭൂവിവര വ്യവസ്ഥ. ഭൂപടങ്ങളും അടിസ്ഥാന വിവര സ്രോതസ്സുകളായി ഭൂവിവര വ്യവസ്ഥയിൽ ഉൾപ്പെടുത്താറുണ്ട്. ഭൂപടങ്ങളെ കമ്പ്യൂട്ടറിന്റെ ഡിജിറ്റൽ ഭൂപടത്തെ അടിസ്ഥാനമാക്കി ഭൂപടമാക്കിക്കൊണ്ട് അതിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നു. ഭൂപട നിർമ്മാണം, വിഭവ പരിപാലനം, പ്രകൃതി ദുരന്ത നിവാരണം, ടൂറിസം, ഗതാഗതം, വാർത്താവിനിമയം തുടങ്ങിയ മേഖലകളിൽ ഈ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്താം. നിത്യജീവിത ഭൂവിവര വ്യവസ്ഥ അഥവാ GIS ഉപയോഗപ്പെടുത്തുന്ന വിവിധ സന്ദർഭങ്ങൾ പട്ടികപ്പെടുത്തും. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളും കൃത്യമായ സ്ഥാനം, ദിശ, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്നിവ തിരിച്ചറിയുന്നത് ഭൂതല വിശകലനവും ഭൂപട വായനയും അനിവാര്യമാണ്. ഭൗമോപരിതലത്തിലെ ജലസ്രോതസ്സുകൾ, വനങ്ങൾ, കൃഷിസ്ഥലങ്ങൾ, തരിശുഭൂമികൾ, ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ മുതലായവ ചിത്രീകരിച്ചിട്ടുള്ള വ്യത്യസ്ത ഭൂപടങ്ങൾ ആധുനിക കാലത്ത് ധാരാളമായി ഉപയോഗിക്കാറുണ്ട്. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ പരന്ന പ്രതലത്തിലേക്ക് പകർത്തുമ്പോൾ വരുന്ന മാറ്റങ്ങളും തിരിച്ചറിഞ്ഞല്ലോ. നിത്യജീവിതത്തിൽ ഭൂപടങ്ങൾ ഉപയോഗപ്പെടുന്ന അവസരങ്ങൾ ശരിയായ ഭൂപടമായ ആയിരമാണ്. അപ്പം ഭൂമിശാസ്ത്ര വിവരങ്ങൾ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും സൂക്ഷിച്ചു വയ്ക്കുകയും ആവശ്യ സന്ദർഭങ്ങളിൽ ഭൂപടങ്ങൾ, ഗ്രാഫുകൾ, പട്ടികകൾ മുതലായ രൂപങ്ങളായി ദൃശ്യവൽക്കരിച്ച് പ്രയോജനപ്പെടുത്തുന്ന സംവിധാനമാണ് ഭൂവിവര വ്യവസ്ഥ അഥവാ ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പം ഇത്രയാണ് ഈ ചാപ്റ്ററിൽ ഉദ്ദേശിക്കുന്നത്. ഈ ചാപ്റ്റർ തീർന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് തുടർ പ്രവർത്തനങ്ങൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ തുടർ പ്രവർത്തനങ്ങൾ നിങ്ങൾ വെറുതെ ചെയ്തു നോക്കുക. അപ്പം നിങ്ങൾക്ക് അതിന് ആൻസർ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് പഠിച്ചു, നിങ്ങൾക്ക് ഈ ചാപ്റ്റർ തറവായിരുന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പം അതൊരു നല്ല കാര്യമല്ലേ. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിനു വേണ്ടി പഠിക്കുന്ന ആൾക്കാർ, അതായത് ഈ ജൂലൈ 18 വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വീണ്ടും ഞാൻ പറയുന്നു, ഓൾ ദ ബെസ്റ്റ്. നന്നായി പഠിക്കുക, നന്നായി വർക്ക് ചെയ്യുക, നന്നായി റിവിഷൻ ചെയ്യുക. നിങ്ങൾക്ക് കിട്ടും. വർക്ക് ചെയ്യുന്ന, കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാവർക്കും കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു ഓൾ. ഇങ്ങനെ SCRT ചാപ്റ്റർ ഞാൻ കുറച്ചല്ലാത്ത ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. എനിക്ക് വോയിസ് ഓവർ കിട്ടാനുള്ള സാഹചര്യം കിട്ടിയാൽ ഞാൻ അതായിരിക്കും ഇടുന്നത്. അപ്പോൾ താങ്ക് യു.